ഒരിക്കൽ ശിമോൻ പത്രോസിനോട് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ലോകത്തിൽ സ്നേഹത്തിന് ഒരുപാട് നിർവചനങ്ങൾ കൊടുത്തവരാണ് നമ്മൾ മനുഷ്യർ. ഒരുപക്ഷെ പത്രോസ് തന്റെ ജീവിതത്തിൽ ആദ്യമായി നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യമായിരിക്കാം ഈ ചോദ്യം: നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ജീവിതത്തിന്റെ ഒരു ക്രോസ് റോഡിൽ വെച്ച് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും ജീവിതത്തിന്റെ സായാഹ്ന വേളയിലുമാണ് പത്രോസ് ഈ ക്വസ്റ്റ്യൻ അഭിമുഖീകരിക്കേണ്ടിയിരുന്നത്. ചോദ്യം: നിനക്കുള്ള സമ്പത്തിനേക്കാൾ, നിന്റെ കുടുംബത്തെക്കാൾ, മിത്രങ്ങളെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ചോദ്യം വളരെ ഈസിയാണ്. പക്ഷെ പത്രോസിന് മറുപടി പറയാൻ ആലോചിക്കേണ്ടി വന്നു. യേശുക്രിസ്തു 3 പ്രാവശ്യം പത്രോസിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. പത്രോസ് 1-ാമത്തെ പ്രാവശ്യം പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. 2-ാമതും ചോദിച്ചു. 2-ാമതും പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. 3-ാമതും യേശുക്രിസ്തു പത്രോസിനോട് ചോദിക്കുകയാണ്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 3-ാമത് പത്രോസ് കൊടുത്ത മറുപടി, കർത്താവേ, നീ സകലവും അറിയുന്നുവല്ലോ, എനിക്ക് നിന്നോട് പ്രിയം ഉണ്ട് എന്നും നീ അറിയുന്നുവല്ലോ എന്ന് കൂട്ടിച്ചേർത്തു. പലപ്പോഴും ഇതേ ഒരു ക്വസ്റ്റ്യൻ നമ്മളും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. പത്രോസിനെല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത്രയും കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷെ അപ്പം നമ്മൾ പരാതിപ്പെടാറുണ്ട്. പക്ഷെ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കിട്ടിയതിൽ വെച്ച് കിട്ടിയതിനേക്കാളും നിനക്കുള്ളതിനേക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതങ്ങളെല്ലാം പാഠങ്ങളാണ്. നമ്മുടെ അനുഭവങ്ങൾ എപ്പോഴും പാഠങ്ങളായി മാറണം. നമ്മുടെ സുഹൃത്തുക്കളെക്കാൾ, ബന്ധങ്ങളെക്കാൾ, മിത്രങ്ങളെക്കാൾ, കുടുംബത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, വിദ്യയേക്കാൾ അധികമായി നാം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ഒരു നന്മ പ്രാപിപ്പാൻ ഇടയായിത്തീരും.